നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കുന്ന 20 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരമാകേണ്ട കാര്യം, ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് പല മാറ്റങ്ങളും നിങ്ങൾ എന്തായാലും വരുത്തണം. ഒന്ന്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ അത്ര ശ്രദ്ധാലുവായിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എത്രമാത്രം കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നെഗറ്റീവ് അർത്ഥത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എത്രമാത്രം സമയം ചെലവഴിച്ചുവെന്നും ഇതിനെക്കുറിച്ച് ആകുലപ്പെടുകയും ഊർജം പാഴാക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 2, ഞാൻ കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഓസ്കാർ നേടിയിരിക്കണമെന്നില്ല, ഒരു ബിസിനസ് കെട്ടിപ്പടുത്തിരിക്കണമെന്നില്ല, ഒരു മാരത്തൺ ഓടിയിരിക്കണമെന്നില്ല. പക്ഷേ ചെറിയ ചെറിയ വ്യക്തിപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. 3, എനിക്ക് ശരിക്കും എങ്ങനെ തോന്നി എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1, നിലവിലില്ലെങ്കിൽ പോലും നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ ആരോടെങ്കിലും പറയുന്നത് നിങ്ങളെ ആ വലിയ വേദനയിൽ നിന്ന് രക്ഷിക്കും. പക്ഷേ നിശബ്ദത പാലിച്ചാൽ ആ വികാരം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. 4, ഞാൻ എനിക്ക് വേണ്ടി കൂടുതൽ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോഴൊക്കെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി മറ്റാരുമായും ഒളിച്ചോടില്ല എന്നോ കരുതുന്നത് വളരെ എളുപ്പമാണ്. പ്രായം നമ്മെ നല്ലവരായിരിക്കാൻ പഠിപ്പിക്കുന്നുണ്ടാകും, പക്ഷേ നമ്മുടെ സ്വന്തം സന്തോഷത്തെ അത് ഇല്ലാതാക്കരുത്. 5, ജീവിതത്തിൽ എൻ്റെ അഭിനിവേശത്തെ പിന്തുടർന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥിരമായ ശമ്പളം, ഉറച്ച ദിനചര്യ, സുഖപ്രദമായ ജീവിതം എന്നിവയാൽ വശീകരിക്കപ്പെടുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ എന്ത് ചെലവിൽ? 6, നമ്മുടെ അവസാന സംഭാഷണം തർക്കമല്ലാതെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം ചെറുതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോട് അവസാനമായി എപ്പോൾ സംസാരിക്കുമെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയില്ല. ആളുകളുടെ മനസ്സിൽ വ്യക്തമായി പതിഞ്ഞു കിടക്കുന്നത് ഈ നിമിഷങ്ങളാണ്. 7, എൻ്റെ കുട്ടികളെ അവർ ആഗ്രഹിക്കുന്നവരുമായി വളരാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂല്യങ്ങളിലോ വിശ്വാസങ്ങളിലോ വ്യവസ്ഥകളിലോ ഉള്ള ഏറ്റുമുട്ടലുകളേക്കാൾ വളരെ പ്രധാനമാണ് സ്നേഹം, അനുകമ്പ, സഹാനുഭൂതി എന്നിവ എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ സാരമായി ബാധിക്കും. 8, ഈ നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾ വളരുന്നത് കാണുമ്പോൾ സമയം എത്ര ഹ്രസ്വകാലമാണെന്നും വിലപ്പെട്ടതാണെന്നും നമുക്ക് മനസ്സിലാകും. പ്രായമാകും തോറും നമ്മളിൽ പലരും വർത്തമാനകാലത്ത് ജീവിക്കുന്നത് കുറഞ്ഞു വരികയാണ്. 9, ഞാൻ കുറച്ച് ജോലി ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ കുറച്ചുകൂടി വിശ്രമം വേണമെന്ന് ആഗ്രഹം എപ്പോഴും ഉണ്ടാകും. കൂടാതെ സാമ്പത്തിക വിജയമോ കരിയർ നേട്ടമോ ഒരു സംതൃപ്തമായ ജീവിതത്തിന് തുല്യമല്ല എന്ന തിരിച്ചറിവും. 10, ഞാൻ കൂടുതൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് പ്രായത്തിലും ഇത് ചെയ്യാം, പക്ഷേ പണമില്ലായ്മ, കുട്ടികൾ തുടങ്ങിയ പല കാരണങ്ങളാലും പലരും ഇതിനെ എതിർക്കുന്നു. ഒരു ഖേദമുണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും അത് സാധ്യമാകുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. 11, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം എൻ്റെ മനസ്സിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൽ ആത്മവിശ്വാസം തോന്നുന്നതും ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. നിങ്ങളുടെ മനസ്സിനെതിരെ പോകുന്നത് നീരസവും കയ്പും മാത്രമേ വളർത്തൂ. 12, ഞാൻ എന്നെ തന്നെ നന്നായി പരിപാലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അകാല ആരോഗ്യ പ്രശ്നങ്ങളോ വാർദ്ധക്യമോ നിങ്ങളെ എപ്പോഴും ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ, കൂടുതൽ വ്യായാമം ചെയ്തിരുന്നെങ്കിൽ, സമ്മർദ്ദം കുറവായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുമായിരുന്നോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ സമയസാധ്യതകൾ തുറക്കൂ. കുഴപ്പത്തിൽ നിന്ന് നിയന്ത്രണത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുപോകൂ.